Accountancy, Chapter 1, Question number 54. From the following particulars, prepare final accounts. Receipts and payments account as on 31st December 2018. Current year, 1st January 2018 to 31st December 2018. Opening date, 1st January 2018 or 31st December 2017. Closing date, 31st December 2018. ഇവിടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് തന്നിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വായിച്ചു നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 1st January 2018 1000. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇവിടെ റെസിപ്റ്റ് സൈഡിലും ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് തന്നിട്ടുണ്ട്. എത്രയാണ്? 1000 ആണ്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിംഗിൽ ഉണ്ടായിരുന്നത് 1000 ആണ്. ഈ വർഷം അത് മുഴുവനായിട്ടും റിസീവ് ചെയ്തു. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 1000. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യേണ്ടത് 1000. ഇതിൽ ബാലൻസ് ഒന്നുമില്ലാത്ത കാരണം കൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട കാര്യമില്ല. ഓൺ 31st December 2018 ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷനാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആഡ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ഇനി ഇവിടെ റെസിപ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷനിൽ 2019 തന്നിട്ടുണ്ട് 700. ഏതാണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇത് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, 1 month സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ്. അതായത് ഒരു മാസത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന കാരണം കൊണ്ട് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഒരു മാസത്തെ സാലറി എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ സാലറി എങ്ങനെ കണ്ടുപിടിക്കാം? 1800 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒരു മാസത്തെ സാലറി എങ്ങനെ കണ്ടുപിടിക്കാം? 1800 ഇൻറ്റു 1/13 എന്നായിരിക്കണം എഴുതേണ്ടത്. കാരണം ഒരു മാസത്തെ സാലറി അഡ്വാൻസ് കൊടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏത് മാസത്തെയായിരിക്കും അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക? 1st January 2019. അപ്പോൾ ഈ 1800 എന്ന് പറയുന്നത് എത്ര മാസമായിരിക്കും? 13 monthsലേക്കായിരിക്കും. അതുകൊണ്ട് ഒരു മാസത്തെ സാലറി കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കണ്ടുപിടിക്കണം? 1800 ഇൻറ്റു 1/13 എന്നായിരിക്കണം എഴുതേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കണ്ടുപിടിച്ച് ആ ഒരു മാസത്തെ സാലറി ലെസ് ചെയ്യാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. തേർഡ് വൺ, ഫർണിച്ചർ ഓൺ 1st January 2018 12,000, ബുക്സ് 5,000. അപ്പോൾ അത് ഓപ്പണിങ്ങിൽ തന്നിരിക്കുന്നതാണ്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ ടു ബി പ്രൊവൈഡഡ് ഓൺ ഫർണിച്ചർ ആൻഡ് ബുക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം. പിന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ അസറ്റ്സ് ഫർണിച്ചറും ബുക്സും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണമെന്നുള്ളതാണ്. എപ്പോഴാണത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുക? ഈ അസറ്റ്സ് സെയിൽ നടന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. അതുപോലെ തന്നെ അഡീഷണൽ പർച്ചേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്തിരിക്കണം. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കണം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഇവിടെ ഫർണിച്ചറിൻ്റെ കാര്യം എടുക്കാം. ഫർണിച്ചറിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നടന്നിരിക്കുന്നതെന്ന് നോക്കി നോക്കാം. റെസിപ്റ്റ് സൈഡിൽ സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ എത്രയാണ്? 3700. അതിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ്? 2000. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഫർണിച്ചർ സെയിൽ നടത്തിയപ്പോൾ പ്രോഫിറ്റാണ് കിട്ടിയിരിക്കുന്നത്. എത്രയാണ് പ്രോഫിറ്റ്? 1700. ഈ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫർണിച്ചർ എവിടെ എഴുതണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ എഴുതണം. ഇനി പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് നടന്നുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇവിടെ പേയ്മെൻറ്റ് സൈഡിൽ ഫർണിച്ചർ തന്നിട്ടുണ്ട് 10,000. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? അഡീഷണൽ പർച്ചേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ ഓപ്പണിംഗ് ഫർണിച്ചർ 12,000, ആഡ് അഡീഷണൽ പർച്ചേസ് 10,000, ലെസ് സെയിൽ ഓഫ് ഓൾഡ് ഫർണിച്ചർ 2000. ബുക്ക് വാല്യൂ ആണ് എഴുതേണ്ടത്, അല്ലാതെ വിറ്റ് കിട്ടിയ എമൗണ്ട് അല്ല എഴുതേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ കഴിയുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതിൽ നിന്നും ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഈ ഡിപ്രീസിയേഷൻ എവിടെയും കൂടി എഴുതിയിരിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതിയിരിക്കണം. ഇതേപോലെ തന്നെയാണ് ബുക്സിൻ്റെ കാര്യത്തിലും. എന്തൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വന്നിട്ട് നോക്കി നോക്കാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ റെസിപ്റ്റ് സൈഡിൽ ബുക്സിനെ കുറിച്ചൊന്നും പറയണില്ല. അപ്പോൾ സെയിൽസ് നടന്നിട്ടില്ല. പേയ്മെൻറ്റ് സൈഡിൽ ഒരു ബുക്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 7500. അപ്പോൾ അത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതും? ഓപ്പണിംഗ് ബുക്സ് 5000, ആഡ് പർച്ചേസസ് 7500,
ആ കിട്ടിയ എമൗണ്ടുമേ 10% ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് മൈനസ് ചെയ്യുക. ആ ഡിപ്രീസിയേഷൻ എവിടെയും കൂടി എഴുതിയിരിക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലും കൂടി എഴുതിയിരിക്കണം. ഇനി ഇതിൽ നമുക്കിവിടെ പറയാനുള്ളത് വ്യത്യസ്തമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് ഏത് ദിവസമാണ്, 30th ജൂണിലാണ്. ഈ ഇൻവെസ്റ്റ്മെൻറ്റും എത്ര % ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും, 10% ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കും. അപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര മാസത്തേക്കുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, 6 monthsലേക്കാണ്. കാരണം ഈ ഇയർ ക്ലോസ് ചെയ്യുന്നത് എന്നാണ്, 31st December 2018 പർച്ചേസ് ചെയ്തിരിക്കുന്നത് 30th ജൂണിലാണ്. അപ്പോൾ 1st July തൊട്ട് 31st December വരെ എത്ര മാസമുണ്ട്, 6 months ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 20,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. അപ്പോൾ എത്ര കിട്ടും, 1000 ആയിരിക്കും കിട്ടുക. ഇനി നമുക്കറിയേണ്ടത് ഈ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ആണോ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ തന്നിട്ടുണ്ടായിരിക്കും, റെസീവ് സൈഡിൽ തന്നിട്ടുണ്ടായിരിക്കും. അതവിടെ തന്നിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, ഈ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് 1000 rupees മുഴുവനും എന്താണ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയൊക്കെ കാണിക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിൽ കാണിക്കണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതിയിരിക്കണം. Next question number 55. Receipts and payments account on 31st December 2018. Current year 1st January 2018 to 31st December 2018. ഓപ്പണിംഗ് ഡേറ്റ് ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് വായിച്ച് നോക്കാം. അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1st January ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് 1000. റെസിപ്റ്റ് സൈഡിൽ ഒരു ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് തന്നിട്ടുണ്ട് 500. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്, കഴിഞ്ഞ വർഷം ഔട്ട്സ്റ്റാൻഡിങ്ങിൽ ഉണ്ടായിരുന്നത് 1000 ആയിരുന്നു, അതിൽ 500 ആണ് റിസീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ഔട്ട്സ്റ്റാൻഡിങ് എത്രയായിരിക്കണം, 1000. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ലെസ് ചെയ്യേണ്ടത് 500. ഇനി ഇതിൽ ബാക്കി എത്ര നിൽക്കുന്നുണ്ട്, 500 കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. അതെവിടെ എഴുതണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. നെക്സ്റ്റ് വൺ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്, അത് ആഡ് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ഇനി ഇവിടെ 2019 തന്നിട്ടുണ്ട്, അഡ്വാൻസ് ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്നതാണ്, ലെസ് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ് 1 month rent പെയ്ഡ് ഇൻ അഡ്വാൻസ്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അതായത് എത്രയാണ് മൈനസ് ചെയ്യേണ്ടത്, 1800 ഇൻറ്റു 1/30. നെക്സ്റ്റ് വൺ ലോൺ ഓൺ 1st January 2018 ₹12,000 അറ്റ് ദ റേറ്റ് ഓഫ് 5% പെർ ആനം. അപ്പോൾ ഇവിടെ ഓപ്പണിങ്ങിലാണ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. പിന്നെ ഇവിടെ റേറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത്. 5% ഒരു വർഷത്തേക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 5% വെച്ച് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയെന്ന് നോക്കി നോക്കണം. ഇവിടെ 5% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക, 600 ആണ്. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ്സ് അതിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കി നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺ 300 കൊടുത്തിട്ടുള്ളൂ. 600ൽ 300 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി എത്ര കൂടി കൊടുക്കാനുണ്ട്, 300. അതെന്തായിരിക്കും, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ത് ചെയ്യണം, എക്സ്പെൻഡിച്ചർ സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 300 ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ 300, ടോട്ടൽ 600. ഈ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ലോൺ എവിടെയും കൂടി എഴുതിയിരിക്കണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതിയിരിക്കണം. നെക്സ്റ്റ് വൺ മെഷീനറി ₹6,000. മെഷീനറി എവിടെ എഴുതണം, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. ഡിപ്രീസിയേഷൻ ടു ബി പ്രൊവൈഡഡ് ഓൺ മെഷീനറി അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം. പേയ്മെൻറ്റ് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് മെഷീനറിയുടെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് നോക്കി നോക്കാം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നതിന് മുമ്പ് സെയിൽസും പർച്ചേസൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. റെസിപ്റ്റ് സൈഡിൽ സെയിൽസ് നടന്നിട്ടുണ്ട്. എത്രയാണ്, അതിൻ്റെ ബുക്ക് വാല്യൂ 5,000 ആണ്. 3,700 ആണ് സെയിൽസ് നടത്തിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, ഇവിടെ ലോസ് ഓൺ സെയിൽ ഓഫ് മെഷീനറിയാണ് വന്നിരിക്കുന്നത്. എത്രയാണ്, 1,300. അത് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതണം. ഇനി ബാലൻസ് ഷീറ്റിൽ എങ്ങനെ എഴുതണം നോക്കി നോക്കാം. ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് മെഷീനറി 6,000. ഇനി ഇവിടെ പേയ്മെൻറ്റ് സൈഡിൽ പർച്ചേസ് ചെയ്തതിനെ കുറിച്ച് പറയുന്നുണ്ട്. മെഷീനറി 8,000. അപ്പോൾ ആഡ് പർച്ചേസസ് 8,000 ലെസ് സെയിൽ ഓഫ് മെഷീനറി, ബുക്ക് വാല്യൂ ആണ് മൈനസ് ചെയ്യേണ്ടത് 5,000. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസും എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അത് മൈനസ് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കണം ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. അതിനുശേഷം ഡിപ്രീസിയേഷൻ എവിടെയും കൂടി എഴുതിയിരിക്കണം, എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതിയിരിക്കണം. നെക്സ്റ്റ് വൺ ഹാഫ് ഓഫ് ലെഗസീസ് ഈസ് ടു ബി ട്രീറ്റഡ് ആസ് ഇൻകം. ലെഗസീസിൻ്റെ ഹാഫ് ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹാഫ് എത്രയാണ്, 1,125. അതെവിടെ എഴുതാം, ഇൻകം സൈഡിൽ എഴുതാം. ഹാഫ് എന്ത് ചെയ്യണം, ക്യാപിറ്റലൈസ് ചെയ്യണം. അത് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം.
ഇനി ഇതിൽ തന്നിരിക്കുന്ന ചില ഐറ്റംസ് മാത്രം ഇവിടെ പറയാം. ടൂർണമെൻറ്റ് ഫണ്ട് സ്പെഷ്യൽ പർപ്പസിനുള്ളതായതുകൊണ്ട് എവിടെ എഴുതാം? ലയബിലിറ്റി സൈഡിൽ എഴുതിയിരിക്കണം. എന്തെങ്കിലും എക്സ്പെൻസ് എനിക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുകയും ലെസ് ചെയ്യുകയും ചെയ്തിരിക്കണം. ഇപ്പോൾ ഇവിടെ വേറെ റെസീപ്റ്റ്സ് ഒന്നും തന്നിട്ടില്ല. പേയ്മെൻറ്റ് സൈഡിൽ എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? ഈ 20,000 നിന്നും ടൂർണമെൻറ്റ് എക്സ്പെൻസസ് ആയിട്ടുള്ള 6,500 ലെസ് ചെയ്തതിന് ശേഷമായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൂർണമെൻറ്റ് ഫണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എഴുതാം. പിന്നെ വന്നിരിക്കുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആണ്. 22,000. അത് എന്നാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര ശതമാനമാണ് ഡെപ്പോസിറ്റ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 10% ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എവിടെ നോക്കിയാൽ അറിയാം? റെസിപ്റ്റ് സൈഡിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഈ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 22,000 ഇൻറ്റു 10/100 ഇൻറ്റു 6/12. അതെവിടെ എഴുതണം? ഇൻകം സൈഡിൽ എഴുതണം. ഇതുകൂടാതെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതാം. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 56. ഇതിലെ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, മാറ്റങ്ങളൊന്നുമില്ല. അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫസ്റ്റ് സബ്സ്ക്രിപ്ഷൻ അതും നമ്മൾ മുൻപുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സെക്കൻഡ് വൺ നോക്കുക. സ്റ്റോക്ക് ഓഫ് റിഫ്രഷ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ₹550. ഇതേതാണ്? ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതണം? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതണം. അതിൻ്റെ ഒപ്പം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാറുണ്ട്. എങ്ങനെ എഴുതാറ്? എക്സ്പെൻഡിച്ചർ സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ആഡ് പർച്ചേസസ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അങ്ങനെയാണ് എഴുതാറ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് സ്റ്റോക്കോ പർച്ചേസസോ തന്നിട്ടില്ല. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ എഴുതിയിരിക്കണം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇൻകം സൈഡിലാണ് എഴുതേണ്ടത്. സാധാരണ എക്സ്പെൻഡിച്ചർ സൈഡിൽ ലെസ് ചെയ്യാണ് ചെയ്യാറ്. ഇവിടെ ലെസ് ചെയ്യാനായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കോ പർച്ചേസസ് ഇല്ല. അതുകൊണ്ട് ഇൻകം സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയിരിക്കണം. നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്ന പോലെ തന്നെ. അതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ് തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യണം? ഇൻകം സൈഡിൽ എഴുതിയിരിക്കണം. അപ്പോൾ ഇൻകം സൈഡിൽ സെയിൽ ഓഫ് റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, സ്റ്റോക്ക് ഓഫ് റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. പിന്നെയുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. ഓപ്പണിംഗ് അസറ്റ്സ് ആണ്, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ് ബുക്സ്. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 4,000 ഈസ് ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അത് ഇൻകം സൈഡിൽ ആഡ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഒന്നും ഇവിടെ തരാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് എഴുതിയാൽ മതി. അതിനുശേഷം ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 57. ഇവിടെ 31 December 2018 ആണ്. ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആസ് ഓൺ 1 January 2018 1000 ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 31 December 2018 500 ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഇവിടെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് റെസിപ്റ്റ് സൈഡിൽ ടോട്ടലായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്യുക, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യുക. അതോടൊപ്പം ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഈ 50% ഓഫ് ലെഗസീസ് ഇസ് ടു ബി ട്രീറ്റഡ് ആസ് ഇൻകം. അപ്പോൾ ഇതിൻ്റെ 10,000 50%, ദാറ്റ് ഈസ് 5,000. അത് ഇൻകം സൈഡിൽ എഴുതാം. ബാക്കി 50% എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെയുള്ളത് ഫർണിച്ചർ ബുക്സ് ആണ്. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ എഴുതുമ്പോൾ സെയിൽസ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം, അഡീഷണൽ പർച്ചേസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം, ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിരിക്കണം. ഇതിൻ്റെ ആൻസറുകളൊക്കെ ഒന്ന് പറയാം. ക്വസ്റ്റ്യൻ നമ്പർ 54. സർപ്ലസ് 13,388, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് 38,000, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ 62,088. ക്വസ്റ്റ്യൻ നമ്പർ 55ൻ്റെ ആൻസർ സർപ്ലസ് 21,413, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് 5,000, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് 54,038. 56ൻ്റെ ആൻസർ സർപ്ലസ് 36,400, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് 2,44,500. 57ൻ്റെ ആൻസർ സർപ്ലസ് 16,420, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് 38,000, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് 59,420.